ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ അടിപൊളി ഒരു സമ്മന്തി ഉണ്ടാക്കിയാലോ. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നെല്ലിക്ക സമ്മന്തി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെല്ലിക്ക സമ്മന്തി ഉണ്ടാക്കുവാൻ വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. 2 നെല്ലിക്ക അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരി വേണ്ടാത്തവർക്ക് പച്ചമുളക് എടുക്കാം. അതുപോലെ ഒരു 4 കഷ്ണം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 ഇതൾ കരിയാപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തു. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. നെല്ലിക്കായിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇടയ്ക്കിടെയൊക്കെയുള്ള ജലദോഷവും പനിയും ഒക്കെ വരുന്നവർക്കൊക്കെ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കിഡിലൻ ഗൂസ്ബെറി സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൂസ്ബെറി ബ്ലഡ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള ഡിഷുകൾ നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.